മകരം, കുംഭം, മീനം എന്നിങ്ങനെ 3 രാശിക്ക് ജൂലൈ മാസം 5-ാം തീയതി വരെയുള്ള ഫലം എങ്ങനെയുണ്ട് എന്നൊന്ന് പരിശോധിക്കാം. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകരം രാശിയുടേതായ ആധിപത്യം കൊണ്ട ശനി 3-ാം ഭാവമായ പ്രയത്നങ്ങളുടേതായ സ്ഥാനത്ത് കാലചക്ര രാശിക്ക് 12-ാം ഇടത്തിലാണ് സഞ്ചാരം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തെ കണക്കാക്കുന്ന സമയത്ത് തൊഴിൽപരമായ രീതിയിൽ ഒരല്പം കൂടി മുന്നിലേക്ക് വരാൻ പരിശ്രമിക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതായത് ഇതുവരെ ഒരു കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാതിരുന്ന സാഹചര്യമാണെങ്കിൽ ഒരല്പം സ്ട്രഗിൾ ചെയ്യേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. ചിലരൊക്കെ തന്നെ ഈ ജോലി ശരിയല്ല, മറ്റൊരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച് മറ്റൊരിടത്തേക്ക് തൊഴിൽ തേടി പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫറോ ഒക്കെ വരുന്നെത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ബോധപൂർവം തന്നെ അതിനെ അംഗീകരിക്കേണ്ടത് നിങ്ങളുടെ കടമയായിട്ട് കണക്കാക്കുക. നിലവിൽ തന്നെ ചിലവുകളൊക്കെ നിയന്ത്രിക്കാൻ ഒരല്പം പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഒരു ട്രാൻസ്ഫറോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നാൽ അധികമായ രീതിയിൽ പണം ചിലവായി പോകുന്ന ഒരു സാഹചര്യവും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇവിടെ തൊഴിലിടങ്ങളിൽ അനാവശ്യമായ വാക്ക് തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാവും നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങളെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്തു വെച്ചത് ഈ ഒരു സമയം ആക്ടിവേറ്റ് ചെയ്യാനുള്ള സാധ്യതകളെ കണക്കാക്കുന്നു. കേതുവിൻ്റെതായ ഭാവം അഷ്ടമഭാവത്തിലായതുകൊണ്ട് തന്നെ, രാശിക്ക് 8-ാം ഇടത്തിലായതുകൊണ്ട് തന്നെ തൊഴിൽപരമായ ഇടങ്ങളിൽ വാക്ക് തർക്കങ്ങൾ 100% ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ടർ റേഞ്ചിൽ നിങ്ങൾ നേരത്തെ ആർക്കുമേലെങ്കിലും ഒരു പ്രഹരം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകാലത്ത് ചെയ്ത പ്രവർത്തനം ഈ ഒരു സമയത്ത് തിരിച്ചടിയായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ്. ജാഗ്രതാപൂർവം കരുതലോടുകൂടി കൈകാര്യം ചെയ്ത് പോകാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നേരത്തെ നിങ്ങൾ ആർക്കെങ്കിലും ചെയ്തിട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൊഴിൽപരമായ ഇടങ്ങളിൽ ബോധപൂർവം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭാഷണങ്ങളിലൂടെ, സന്ധി സംഭാഷണങ്ങളിലൂടെയൊക്കെ തന്നെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് അതിനെ തിരുത്താൻ കഴിയുന്ന ഒരു കാലഘട്ടമായിട്ടായിരിക്കും വരിക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ലൈഫിനെ കുറച്ചുകൂടി അഗ്രസീവായ രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് പ്രാപ്തമായൊരു മനസ്സ് നൽകും. അവിടെ പൊതുവിൽ നിങ്ങൾക്ക് മേലുണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു ചിന്തകളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് മാറിക്കിട്ടാനുള്ള സാഹചര്യവുമായിട്ട് മാറും. അത് ഗുണകരമായ ഉയർച്ചയ്ക്കും നിങ്ങളെ മറ്റുള്ളവർ അപ്രിസിയേഷൻ ചെയ്യുന്ന സാഹചര്യത്തിലേക്കും അത് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്ന് പറയുന്നുണ്ട്. അതായത് നേരത്തെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഈ ഒരു സമയത്ത് വന്നെത്തുന്നു പറയുന്നുണ്ട്. പഠനം നടത്തുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അല്പം കൂടി ജാഗ്രതാപൂർവ്വം ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ മാത്രമാണ് അതിൻ്റെതായ ഫലം ലഭിക്കുക. കാരണം പ്രയത്നത്തിൻ്റെ ഭാവത്തിലുള്ള ശനിയുടേതായ ചിന്ത എത്രത്തോളം എഫർട്ട് കൊടുക്കുന്നുവോ അതിനനുസരിച്ചുള്ള ഫലമായിരിക്കും നമുക്ക് നൽകുക. അലസത കാട്ടിയാൽ പരിപൂർണമായിട്ടും നമുക്കവിടെ ഒരു മുന്നേറ്റം ഒരു കാലത്തും ലഭിക്കില്ല. ശനിയുടേതായ ഭാവം അങ്ങനെ വന്നാൽ, പ്രയത്നത്തിൻ്റെ ഭാവത്തിൽ ശനി വന്നാൽ വളരെയധികം ശ്രദ്ധ തന്നെയാണ് വേണ്ടത്. നമ്മളുടേതായ ചില ശ്രദ്ധക്കുറവുകൾ വലിയ രീതിക്കുള്ള വില കൊടുക്കുന്ന രീതിക്ക് ജീവിതത്തെ മാറ്റിമറിക്കുമെന്നുള്ളതാണ് സത്യം. അങ്ങനെയെങ്കിൽ ജൂലൈ മാസം 5-നുള്ളിൽ ഈ പറയുന്ന മകരം രാശിക്കാർക്ക് നല്ലതും ചീത്തയുമായ പ്രഭാവം വരുന്നുണ്ട്. കുംഭം രാശിക്കാർക്ക് ഈ വരുന്ന ജൂലൈ 5-നുള്ളിൽ നടക്കാനിരിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നടക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഇതൊരു അവയർനെസ് മാത്രമായിട്ട് കണക്കാക്കുക. രാശിക്കുള്ളിൽ ഇപ്പോൾ നടക്കുന്ന ഗ്രഹങ്ങളുടേതായ സഞ്ചാരപഥത്തെ കുറിച്ചിട്ട് മാത്രമാണ് ഈ പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വളരെയധികം മികച്ച രീതിയിൽ ഒരു സന്തോഷമൊക്കെ പ്രദാനം ചെയ്യണമെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പമൊക്കെ ഒരല്പം സന്തോഷകരമായിട്ട് ഇരിക്കാനുള്ള ഒരു സമയത്തേക്ക് കണ്ടെത്തി അതിനായിട്ട് പരിശ്രമിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. കാരണം ചിലരൊക്കെ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് കുത്തിയിരുന്നിട്ട് ആരുമായിട്ടും ബന്ധമില്ലാത്ത രീതിക്കൊക്കെ ഇരിക്കുന്നവരുണ്ട്. ഒരല്പം സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഒരല്പം ഔട്ടിങ്ങിനൊക്കെ പോകുന്നതൊക്കെ നന്നായിരിക്കും. ഒരല്പം മനസ്സിന് ടെൻഷനൊക്കെ കുറച്ച് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് വരുന്നത്. ഇവിടെ ഇത് നിങ്ങൾ തന്നെയാണ് അതിൻ്റെതായ മാറ്റത്തെ കാണാനായിട്ട് ശ്രമിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കേതുവിൻ്റെതായ സ്ഥിതി 7-ാം ഭാവത്തിലായതുകൊണ്ട് തന്നെ കുടുംബപരമായ അന്തരീക്ഷങ്ങളിൽ ഒരല്പം ജാഗ്രതയോടുകൂടി പോകണം. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെയും വാക്കുവാദങ്ങൾക്ക് ഇടം നൽകാത്ത രീതിക്ക് ചിന്തിച്ച് പോകേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. പൊതുവിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവർ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പിന്തുണയൊക്കെ നൽകി നിങ്ങളെ സമാധാനപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. 100% അത് ഗുണകരമായ ഒരു കാര്യം തന്നെയാണ്. ശ്രദ്ധാപൂർവം കുടുംബത്തിന് മുൻതൂക്കം നൽകി ഓപ്പോസിറ്റ് സൈഡിനും കൂടി ഒരു വില നൽകി മുന്നിലേക്ക് പോകുന്നത് നന്നായിരിക്കും. അവരുടെ വാക്കുകൾക്ക് വില നൽകുക എന്നുള്ള പ്രോസസ്സാണ് വേണ്ടത്. പൊതുവായിട്ട് ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് ശത്രുക്കളൊക്കെ ധാരാളം പല ഇടങ്ങളിൽ നിന്നും വന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇടത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ
അതൊക്കെ തന്നെ ഇപ്പം നിങ്ങളെ തേടി വരുന്ന ഒരു കാലഘട്ടമായിട്ടായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധ പുലർത്തുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഒന്ന് ബാക്ക്വേർഡായിട്ട് ഒന്ന് അന്വേഷിച്ച് അതിൻ്റേതായ കാഠിന്യം നിങ്ങളിലേക്ക് എത്താതിരിക്കാനായിട്ട് പരിശ്രമിക്കണമെന്നും കൂടി പറയുന്നു. കാരണം ശത്രുത മറഞ്ഞിരുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് മേൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ തൊഴിൽപരമായ ഇടങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട സാഹചര്യമുണ്ട്. ഇവിടെ തൊഴിലിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഇവിടെ മുന്നറിയിപ്പായിട്ട് വളരെ അഗ്രസീവായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നത്തിൽ ചെന്ന് ചാടുമെന്നും ഈ ഒരു കാലഘട്ടത്തെ രാശി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത കർമ്മം എന്താണോ അതിനെ ഒന്ന് ചിന്തിച്ച് അനലൈസ് ചെയ്ത് ആ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് എത്താതിരിക്കാനായിട്ട് പരമാവധി പരിശ്രമിക്കുക. 100% ഈ ഒരു കാലഘട്ടത്തിൽ ചതയം നക്ഷത്രക്കാർക്കൊക്കെയും വന്നെത്തുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. 100% അത് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്ത തെറ്റുകൾ എന്താണോ തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ കുടുംബത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നാമ്പുറം ഒന്ന് അന്വേഷിച്ച് നോക്കുന്നത് നന്നായിരിക്കും. പ്രശ്നങ്ങളെ നേരത്തെ തന്നെ തരണം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മീനം രാശിക്ക് രാശിയുടേതായ 5-ാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെതായ സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം നല്ല ഫലങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു കാലം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരല്പം മികച്ച മുന്നേറ്റങ്ങളൊക്കെ വരുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ആരോഗ്യപരമായ കാര്യത്തിൽ ഒരല്പം ശ്രദ്ധ കൊടുത്ത് മുന്നിലേക്ക് പോയാൽ, ചികിത്സയൊക്കെ എടുത്ത് മുന്നിലേക്ക് പോയാൽ അത് ഗുണകരമായ രീതിയിൽ മാറ്റത്തേക്ക് ഉണ്ടാകും. പൊതുവിൽ ഈ രാശിയിൽ പറഞ്ഞവർക്ക് കാലുകൾ, മുട്ടുകൾ സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായിരിക്കും. ഒരല്പം ചികിത്സ എടുക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ആ ഒരു പ്രശ്നം തീർന്നു കിട്ടുന്ന സാഹചര്യം ഉണ്ട്. നേരത്തെ പുറമേ ആർക്കെങ്കിലുമൊക്കെ പണമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പങ്കൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തിരികെ കിട്ടുന്ന സമയം ആഗതമാകണി. ഒരല്പമെങ്കിലും കിട്ടാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്ന ഒരു സമയം ആയിട്ടായിരിക്കും വരിക. എന്തായാലും ഒരു പങ്ക് പണം നിങ്ങൾക്ക് എത്തുന്ന ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് ഉണ്ട്. ജീവിതത്തിൽ വ്യക്തിപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ട് കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന സാഹചര്യങ്ങളാണ്. നേരത്തെ ചെയ്തു വെച്ച് കൂട്ടിയ കാര്യങ്ങൾ സംബന്ധിച്ച് നോക്കുന്ന വേളയിൽ ഇവിടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മേൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ബന്ധുക്കളോ സ്വന്തക്കാരോ ഒക്കെ തന്നെ കുടുംബത്തിലുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. രാഹു 12-ാം ഭാവത്തിൽ ആയതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങളിലൊക്കെ ജാഗ്രതാപൂർവ്വം ഇടപെട്ട് പോകേണ്ട സമയമാണ്. അനാവശ്യമായ വാക്കുവാദങ്ങൾക്ക് പോയി സ്വയം വിലയ്ക്ക് വാങ്ങരുത്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഓഫീസിനുള്ളിലൊക്കെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വ്യക്തികളുമായിട്ടൊക്കെ ഇടപഴകുകയാണെങ്കിൽ വളരെയധികം ജാഗ്രതാപൂർവ്വം പോകണം. കാരണം അതൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യം, മറഞ്ഞിരിക്കുന്ന ഇടത്തു നിന്നും നിങ്ങൾക്ക് മേൽ അപവാദങ്ങളൊക്കെ വന്നെത്താനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞ് പോകേണ്ട ഒരു കാലഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നു. കുടുംബ അന്തരീക്ഷത്തിൽ ഒരു ഐക്യവും സമാധാനവും ഒക്കെ വന്നെത്തുന്ന ഒരു സാഹചര്യം ഇവിടെ 100% ഉണ്ട്. അത് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതിനനുസൃതമായിട്ടായിരിക്കും നിങ്ങൾക്കുള്ള നല്ല ഫലത്തെ കൊണ്ടുവരാനായിട്ട് കഴിയുക. തീർച്ചയായിട്ടും നല്ലൊരു ഫലം ഇവിടെ പറയുന്നത് നെഗറ്റീവും ഉണ്ട്, അതുപോലെ പോസിറ്റീവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നിങ്ങൾ തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജൂലൈ മാസം 5-ാം തീയതിക്കുള്ളിൽ അവനവൻ്റേതായ കർമ്മഫലങ്ങൾ അനുഭവിക്കുക തന്നെ വേണം. വരും കാലങ്ങളിലും അനുഭവിച്ചേ മതിയാകൂ. ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവാമി യുഗേ യുഗേ, ഈ ഒരു പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. അത് വീണ്ടും തുടർന്നുകൊണ്ട് തന്നെയിരിക്കും.